January 22nd, shift 2, question number 25 of chemistry. Last question on 20 milliliter of 2 molar NaOH solution is added to 400 milliliter of 0.5 molar NaOH solution. The final concentration of the solution is dash into 10 power minus 2. Final concentration ആണ് ചോദിച്ചിരിക്കുന്നത്. മിക്സിങ്ങിന്റെ ഫോർമുല എന്താ മക്കളെ? റിസൾട്ടന്റ് മൊളാരിറ്റി ഈസ് ഈക്വൽ ടു M1V1 പ്ലസ് M2V2 divided by V1 plus V2 divided by V1 plus V2. M1V1 എന്ന് പറയുമ്പോൾ 2 into 20 plus M2V2 എന്ന് പറയുമ്പോൾ 0.5 into 400 divided by V1 plus V2 എന്ന് പറയുമ്പോൾ divided by V1 plus V2 is 20 plus 400. That is nothing but, which is approximately നമുക്ക് കിട്ടാൻ പോകുന്നത് 57.1 into അതായത് 0.571 ആണ്. 57.1 into 10 power minus 2 വരും approximately. 0.571 അടുത്താണ് വരിക. So 57.1 into 10 power minus 2 അതായത് 57 വരും closest answer. Okay, simple question ആണ്. അപ്പം ഇതിൽ ചില ക്വസ്റ്റ്യൻ ഇൻഡയറക്ട്ലി ചോദിച്ചിട്ടുണ്ട്. അതൊഴിച്ച് കഴിഞ്ഞ് ഇൻഡയറക്ട്ലി ചോദിക്കും ചില കോൺസെപ്റ്റ്സ്. ഡയറക്ട്ലി അല്ല, ഇൻഡയറക്ട്ലി. കോൺസെപ്റ്റ് വളരെ സിമ്പിളാണ്, പക്ഷെ ഇൻഡയറക്ട്ലി മൂക്ക് എത്തിപ്പിടിച്ച് ചോദിക്കും. അപ്പോൾ നമ്മൾ ആ പി ബ്ലോക്കിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ കണ്ടില്ലേ, നമ്മുടെ മാക്സിമം കോവേലൻസി ഓഫ് ഗ്രൂപ്പ് 15 എലമെന്റ്, അതിൽ അതേപോലത്തെ ക്വസ്റ്റ്യൻസ് മാത്രമേ ഇതിൽ കുറച്ച് കൺഫ്യൂസിങ് ആണ്. പിന്നെ ആ ഗ്രിഗ്നർ റിയേജൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഈ പേപ്പർ ആക്ച്വലി വളരെ ഈസിയാണ്. ഷിഫ്റ്റ് 20th 29th ഒക്കെ നോക്കുമ്പോൾ ആ ഷിഫ്റ്റുകളും അത്രയ്ക്ക് ഡിഫിക്കൽട്ട് ആയിരുന്നില്ല. പക്ഷെ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം, കെമിസ്ട്രിയിലെ ക്വസ്റ്റ്യൻസ് കോൺസെപ്റ്റ്സ് ഡിഫിക്കൽട്ട് ആവുന്നതിലും കൂടുതൽ ഇപ്പോൾ 2019, 2020, 2021 ഒക്കെ നോക്കുമ്പോൾ കോൺസെപ്റ്റ്സ് തന്നെ ഭയങ്കര കോംപ്ലക്സ് രീതിയിലൊക്കെ ചോദിച്ചിരുന്നു. പക്ഷെ ഇതിൽ അങ്ങനെയല്ല, കോൺസെപ്റ്റ് വളരെ സിമ്പിളാണ്. ചോദിക്കുന്ന രീതി കുറച്ച് ഇൻഡയറക്റ്റ് ആയിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒന്ന് വായിക്കുമ്പോൾ ചാടിക്കയറി തോക്കി കയറി വെടിവെക്കാൻ നിൽക്കരുത്. ഒന്ന് വായിച്ച് ഒന്ന് മനസ്സിലാക്കിയിട്ട് അപ്ലൈ ചെയ്യുക. ക്വസ്റ്റ്യൻസ് ആർ സിമ്പിൾ, ബട്ട് ദ വേ ഇറ്റ് ഇസ് ആസ്ഡ്, ദ വേ ദേ ആർ ആസ്ഡ്, അതെങ്ങനെ ചോദിക്കുന്നത്, ഇൻഡയറക്ട്ലിയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒന്ന് ക്ഷമയോടെ ഒന്ന് വായിക്കേണ്ടി വരും, അല്ലെങ്കിൽ നെഗറ്റീവ് മാർക്സ് വരാൻ നല്ല ചാൻസ് കൂടുതലാണ്. നെഗറ്റീവ് മാർക്സ് വന്നു കഴിഞ്ഞാൽ അറിയാലോ, നല്ല പണിയാണ്. നല്ല ഗിൽട്ട് വരും നിങ്ങൾക്ക് എക്സാം കഴിയുമ്പോൾ. ചേടാ അത് വിടായിരുന്നു, ഇതിനാ വെറുതെ അറ്റംപ്റ്റ് ചെയ്ത്. ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ ഒന്ന് ഇരുത്തി ആലോചിച്ച് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദി ആൻസർ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് മക്കളെ. ലവ് യു ഗൈസ്. സ്റ്റേ മോട്ടിവേറ്റഡ്, സ്റ്റേ ബ്ലെസ്ഡ്, സ്റ്റേ ഹാപ്പി. ബൈ.